ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശ്വേത സതീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ ലൈക്ക് ഷെയർ ഇഷ്ടപ്പെട്ട കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് പോയിട്ടുള്ളത് നമ്മുടെ സ്വന്തം കണ്ണൂരുള്ള വളവട്ടണം കളരിവാതുക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞു, പക്ഷേ എനിക്കിപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയത് കേട്ടോ. അപ്പം ഫസ്റ്റ് അവിടെ തുടങ്ങിയിട്ടുള്ളത് കളരിപ്പയറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല ജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല, കാരണം അത്രയും ക്രൗഡായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കൊട്ടിയൂർ ഉത്സവമായിരുന്നല്ലോ ആ സമയത്ത്. കർണാടകക്കാരുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇത് കാണുമ്പം ഭയങ്കര എന്തോ സംഭവം പോലെയല്ലേ അവർക്കൊക്കെ കാണുന്നത്. അപ്പോൾ അവർ പിടിച്ച് അങ്ങോട്ടും തോന്നും ഇങ്ങോട്ടും തോന്നും. പിന്നെ അവിടെ നിന്നൊരു കുറച്ച് വീഡിയോസ് എടുക്കാനേ പറ്റിയിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ഭഗവതി അമ്മയുടെ മുടി കൊണ്ടുവരുന്നതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനുണ്ട്. ഇത്രയും ജനങ്ങൾ ഒന്നും പറയാനില്ല, ഉന്തലാണ് ഭയങ്കര. അങ്ങോട്ടും ഉന്തുന്നു ഇങ്ങോട്ടും ഉന്തുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും സ്ഥലമുള്ളൂ, സ്പേസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ഉന്തലും കാര്യങ്ങളും ഒക്കെ കേട്ടോ. എന്ത് പറ്റിയാലും ചവിട്ടൽ കുത്തൽ എന്ത് കിട്ടിയാലും ഒന്നും അറിയില്ല, കാരണം അത്രയും ജനങ്ങളെ കൊണ്ട് ഭയങ്കരമായിട്ട് ഇതാണ്. പക്ഷേ അവിടുത്തെ വളണ്ടിയേഴ്സിനൊക്കെ അത്രയെന്ന് വെച്ചിട്ട് അവർ എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇത്രയും ക്രൗഡ് ഉണ്ട്, ആരും പറഞ്ഞാൽ കേൾക്കില്ല. ഫസ്റ്റ് ആർക്കാണോ കാണാൻ പറ്റുക, ഫസ്റ്റ് ആർക്കാണോ തൊടാൻ പറ്റുക ഭഗവതി അമ്മയുടെ ഇത് അങ്ങനെ കളിക്കുന്നവരാണ്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സേഫായിട്ട് കുറച്ച് ദൂരെ നിന്നിട്ടൊക്കെ എന്നെക്കൊണ്ട് പറ്റുക. എൻ്റെ മൊബൈൽ പോലും ഷെയ്ക്കാവാണ്. ഇപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കും, ഇപ്പുറത്തുനിന്ന് തോന്നുന്നു, ഇപ്പുറത്തുനിന്നാകുമ്പോൾ ഇപ്പുറത്ത് കേട്ടോ. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു കാണണമെന്ന്. എൻ്റെ ഈ 32ാമത്തെ വയസ്സിലാട്ടോ സ്വന്തം നാട്ടിൽ ഈ ഉത്സവം കാണാൻ പറ്റിയത്. ഞാനിങ്ങനെ എഴുതിയിട്ട് ഒരു ബുക്സിലിങ്ങനെ മാനിഫെസ്റ്റേഷൻ പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് കാണാൻ പറ്റണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ കണ്ടു കേട്ടോ. ഇത് ഓരോ തെയ്യങ്ങളും ഇങ്ങനെ അവരുടെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും കേട്ടോ. കുറേ തെയ്യങ്ങൾ സൈഡിലോട്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അടുത്തുനിന്ന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റി കേട്ടോ. അതിൻ്റെ ആ സൈഡിലൊന്നും അത്ര തിരക്കില്ല. ഇപ്പുറത്തെ സൈഡിൽ ആണ് ഭയങ്കര തിരക്ക്. കാരണം ഇപ്പുറത്തെ സൈഡിലാണല്ലോ ഭഗവതി അമ്മയുടെ മുടിയും നടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ലേ മുടി വെക്കുക. അതാണ് ഈ ഒരു സൈഡിൽ തിരക്കില്ലാണ്ട് അത്യാവശ്യം നല്ല വൃത്തിയിൽ ഈ ഭാഗത്തുള്ള തെയ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി കേട്ടോ. പക്ഷെ ഞാൻ പറയുകയാണ്, വൺ ടൈമെങ്കിലും എന്തായാലും വന്നിട്ട് കാണണം കേട്ടോ. നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് കാണണം. പക്ഷെ ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആണ്, ഭയങ്കര ഒരു പോസിറ്റീവ് ഓറ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമൊക്കെയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അനുഭവം വെച്ചിട്ട് പറയാണ്, ഒരു പ്രാവശ്യമെങ്കിലും കണ്ടതിൽ അത്രയും എന്താ പറയുക, എന്നോട് തന്നെ ഒരു ഭയങ്കരമായിട്ട് എനിക്കിത് തോന്നുന്നത് കാണാൻ പറ്റിയല്ലോ എന്നുള്ളത് കേട്ടോ. തിരക്കുണ്ടാകുമ്പോൾ ഇത്രയും തിരക്കിലൊന്നും ആരും വരാനൊന്നും നിൽക്കൂല. പക്ഷെ ഇനിയും ആൾക്കാരുണ്ടെങ്കിൽ നല്ല ക്രൗഡായിരുന്നു. പുറത്ത് ഭയങ്കര LED-ൻ്റെ ഈ സ്ക്രീന് വെച്ചിട്ട് പുറത്തും അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഭഗവതി അമ്മയുടെ മുടി കൊണ്ടുവരാനുള്ള ഏകദേശം ടൈം ആയിട്ടോ. അതാണ് എല്ലാവരും വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. എന്താ പറയേണ്ടതെന്ന് തന്നെ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. കാരണം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര എനിക്ക് സങ്കടമൊക്കെ വന്നായിരുന്നു ആ സമയത്ത്. കാണാൻ പറ്റിയല്ലോ, ആഗ്രഹിച്ചൊരു കാര്യം സക്സസ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഇതല്ലേ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചോളൂ. എപ്പോഴെങ്കിലും അത് നമ്മുടെ ലൈഫിൽ സാധിക്കും കേട്ടോ. വലിയ വലിയ കാര്യങ്ങൾ സാധിക്കാനല്ല, ആദ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സാധിച്ചതിന് ശേഷം വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇതാക്കട്ടെ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് എന്തെത്തി, നമ്മുടെ ഭഗവതി അമ്മയുടെ മുടി കൊണ്ടുവരുമെന്ന് കേട്ടോ സൈഡിലേക്കൂടെ. അയ്യോ, എന്താ പറയണ്ടെന്നൊന്നും അറിയുന്നില്ല. അത്രക്കും ഇതായിട്ടുണ്ട് കാണാൻ പറ്റിയിട്ട്. എന്നെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ, എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പോയതെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു പോകണ്ടെന്നൊക്കെ. പക്ഷേ എൻ്റെ ഫ്രണ്ട്, ഒത്തിരി താങ്ക്സ് ഞാൻ അവളുടെ അടുത്താണ് കേട്ടോ പറയുന്നത്. അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, വാ തിരക്കുണ്ടെങ്കിലും കുഴപ്പമില്ല നീ വാ എന്നും പറഞ്ഞിട്ട് എന്നെ അത്രയും വിളിച്ച്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇവിടെ വീണ്ടും വരാം എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്കാവും, കാരണം
കാരണം അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുന്നത്. അങ്ങനെ മുടി വെച്ചിട്ട് ഈ മുടി ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ആകാശത്തിലേക്കൂടെ കൃഷ്ണപ്പരുന്ത് ഇങ്ങനെ ചുറ്റുട്ടോ. അങ്ങനെ 2-3 കൃഷ്ണപ്പരുന്തിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയാണ്. പിന്നെ ഈ സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഉണ്ടായാലും കണ്ട കൃഷ്ണപ്പരുന്ത് പോകുന്നുണ്ടോ? മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയേ ഉണ്ടായിട്ടുള്ളൂ. കാരണം മഴയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഈ സമയം ശരിക്കും മഴ പെയ്യണം എന്നാണ് ശരിക്കും പറയാറ് കേട്ടോ. അങ്ങനെ എനിക്ക് ശരിക്കും തെയ്യത്തിൻ്റെ പേര് ഏതിൽ കുറേ തെയ്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ശരിക്കും പേര് കാര്യമായിട്ടൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത്. കൂടുതൽ തെയ്യത്തിനെയും ഇതിനൊക്കെ പറ്റി അറിയണമെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ശരിക്കും വ്യക്തമായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണും കേട്ടോ. ശരിക്കും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. അഥവാ പറഞ്ഞത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മുടിയൊക്കെ വെച്ചു എല്ലാം ഇതാക്കിയിട്ടോ. ഇതൊരു ഭംഗിയാ നോക്കിയാട്ടെ. ആ പ്രകൃതിൻ്റെ ആ ഒരു ഇത്, ആകാശത്തിൻ്റെ ആ ഒരു ഇത്, ഭഗവതി അമ്മയുടെ മുടി അല്ലേ, എന്തൊരു ഭംഗിയാണ്. കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പം മുടി ഇങ്ങനെ വെല്ലനെ ഇങ്ങനെ തിരിയും കേട്ടോ. എല്ലാവർക്കും കാണണ്ടേ ഈ തിരക്കിനിടയിൽ. അപ്പം അങ്ങനെ അമ്മയുടെ മുടി ഇങ്ങനെ തിരിഞ്ഞ് വരും കേട്ടോ. നല്ല ഭംഗിയാണ്. പക്ഷേ മുഖമൊന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം എന്താ, ഇത്രയും വെയിറ്റുള്ള മുടിയും കാര്യങ്ങളല്ലേ. അപ്പം എന്തായാലും മുമ്പിലും സൈഡിലും എല്ലാം ഒരുപാട് ആൾക്കാർ കൂടി ചേർത്ത് പിടിച്ചാൽ മാത്രമേ ആവത്തുള്ളൂ. അതുകൊണ്ട് ശരിക്കും മുടി എന്താ പറയുക, മുകളിലെ മുടി മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഭഗവതി അമ്മയുടെ മുഖം ശരിക്കും പറഞ്ഞാൽ കാണാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. സാറില്ല, കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് ആ മുടിയെങ്കിലും കാണാൻ പറ്റിയല്ലോ. അത് തന്നെയല്ലേ നമ്മളെ ഏറ്റവും വലിയൊരു ഭാഗ്യം. നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് എന്താണോ അത് നമ്മളെ മുമ്പിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാട്ടോ. അങ്ങനെ ഫോണ് വീണ്ടും ഷേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടൊന്നും വിചാരിക്കരുത്. അങ്ങനെ എടുത്ത വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനോ ഒന്നിനും നിന്നിട്ടില്ല. പെട്ടെന്ന് ഇടണമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ വേഗം ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെ ഭഗവതി അമ്മയുടെ മുടി നമ്മുടെ മുമ്പിലേക്ക് തിരിഞ്ഞു വന്നു കേട്ടോ. എന്താ പറയുക ഒന്നും അറിയില്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ പറയാണ്, ഇതെന്നെ കാണാൻ പറ്റിയതിന് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. ശരിയാണ് കേട്ടോ. ഇതെന്നെ കാണാൻ പറ്റിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ എന്തായാലും വരണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യണേ എന്തായാലും കേട്ടോ. കാരണം അന്നേരം നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം നമ്മൾ പറയുന്നതിനേക്കാളും ശരിക്കും മനസ്സിലാവുക എന്ന് പറയുന്നത് നേരിട്ട് കാണുക കേട്ടോ. ഇങ്ങനെ ചിരിച്ചിട്ടും ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം കൈയൊക്കെ വേദന എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ചിരിച്ചിട്ടും കുത്തരിയൊക്കെ എടുക്കുന്നത് ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം എന്താ പറയുക, വന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കട്ടെ. ഇതുപോലെ തന്നെയാണ് മാടായിക്കാവിലുണ്ട് കേട്ടോ. ഇതേപോലെ മാടായിക്കാവിലത്തെ ഉത്സവം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ ഉത്സവം, അതായത് കളരിവാതുക്കൽ ഉത്സവം കേട്ടോ. കളരിവാതുക്കൽ ഉത്സവത്തോട് കൂടിയിട്ട് നമ്മുടെ മലബാർ ഏരിയയിലുള്ള തെയ്യം, ഈ വർഷത്തെ തെയ്യം ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, തുലാ 10 വരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ നമുക്ക് തുലാ 10 വരെ കാത്തിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.